നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്ര രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില, ഒരു പകുതി പച്ചമുളക്, ഒരല്പം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ അളവിൽ നിലക്കടലയും, ഒരല്പം ചെറുനാരങ്ങ നീരും, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ ഒരു കൂട്ടിലേക്ക് ഒരല്പം ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും ഒരല്പം മയോനൈസും ടൊമാറ്റോ സോസും ചേർത്തിട്ട് നന്നായിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ വേവിച്ചെടുത്ത മുട്ടയുടെ വെള്ള മാത്രമാണ്. അതിലേക്ക് ഒരല്പം മയോനൈസും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 3 ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് ഓരോ തട്ടായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഫില്ലിങ്ങും വെക്കാം. എന്നിട്ട് ഉടൻ തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് നല്ല സൂപ്പറായിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.